നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാഷ്ട്രീയത്തിൽ എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് അവനെ മാത്രമാണ്. അല്ലെങ്കിൽ ഞാനവനെ തട്ടിക്കളഞ്ഞേനെ. അത്ര കടന്നൊന്നും ചിന്തിക്കേണ്ട സാറേ. സാറിന്റെ വരുതിയിൽ നിൽക്കുന്ന ജഗനെ വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന് തടസ്സം വരാത്ത ജഗനെയും വേണം. അങ്ങനെ ദളവാ കുടുംബാംഗ ഊർമിള നമ്മുടെ സ്വപ്നഭവനമായ മധുചന്ദ്രികയുടെ ശിലാകർമ്മം നിർവഹിച്ചിരിക്കുന്നു. അച്ഛാ, എല്ലാവിധ ആശംസകളും. ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയാണ്. അധികം താമസിയാതെ എത്തിയേക്കാം. അമ്മേ മോളെ, ഞങ്ങൾ ഇറങ്ങാണേ. അങ്ങനെ എന്റെ അച്ഛന്റെ സ്വപ്നത്തിന് തറക്കല്ലായി. ഇനിയെല്ലാം മുറയ്ക്ക് നടന്നോളും. ഞാൻ ഇറങ്ങാണേ. എങ്കിൽ ഞാനും ഇറങ്ങാം. ഇന്ന് ഒരു കൂട്ടം പരിപാടിയുണ്ട്. അതിനിടയിലാ ഇവിടേക്ക് വന്നത്. ഊർമിളെ, നീ ഇനി എന്നാ വീട്ടിലേക്ക് വരുന്നു? ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടേയിരിക്കും. നിങ്ങക്ക് എപ്പ ആവശ്യമുണ്ടെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. അപ്പോഴേക്കും ഈ ഊർമിള പറന്നെത്തിയിരിക്കും. എന്നാ ഞാൻ ഇറങ്ങുകയാ. ആ മാധവേട്ടാ, ജഗ, വന്ദനെ, ഒരു മിനിറ്റ്. ശരി. വന്ദനെ, നീ ജഗനും ഖാദറിനെ വളരെ സൂക്ഷിക്കണം. അവൻ അപകടകാരിയാ. അവന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ജഗ, വന്ദനയുടെ മേൽ എപ്പോഴും നിന്റെ ഒരു കണ്ണുണ്ടാവണം. ശരി അമ്മേ. എന്നെ കൊണ്ടുള്ള എന്ത് സഹായവും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. നിരാശാകാമുകൻ വന്നു. അപ്പൊ സാഗർ വിളിച്ചറിയിച്ചത് ശരിയാ. വന്ദനയുടെ വീടിന്റെ തറക്കല്ലിടിയിൽ കഴിഞ്ഞു. ഖാദറും ഗുണ്ടകളുമായിട്ടുള്ള യുദ്ധവും കഴിഞ്ഞു. എന്നിട്ടുള്ള വരവാ. മോർണിംഗ് വന്നേ. എന്താ അച്ഛാ? ഇന്ന് പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാർട്ടിയുടെ യുവജന നേതാവായ എന്റെ മകൻ പക്ഷെ പങ്കെടുത്തില്ല. അതെ, വന്ദനയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ട് എന്റെ മകൻ എന്തെങ്കിലും സമയം ഉണ്ടാവുമോ?
അനീതിക്കെതിരെ പോരാടണമെന്ന അച്ഛന്റെ പ്രസംഗം കേട്ടാ ഞാൻ വളർന്നത്. എന്നിട്ട് പോരാടിയോ? ഞാൻ പോരാടിയത് അനീതിക്കെതിരെയാ. ഓ, അതുവഴി സമൂഹത്തിൽ നന്മയുടെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും തെളിയിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ശരി അച്ഛാ. അത് ശരി. പണ്ട് വെറുതെ കണകൊണ പ്രസംഗിച്ച പല കാര്യങ്ങളും തേച്ചു മിനുക്കി കൊലക്കത്തിയാക്കി. ഇങ്ങനെ പോയാൽ ഇവനും കൈവിട്ടു പോകും. ഞാൻ അതിനു മുമ്പ് ഇവന്റെ മൂക്ക് തുളച്ച് ഒരു ചരട് കെട്ടി ഇരുമ്പ് കുറ്റിയിൽ തളച്ച് കെട്ടിയിടും ഞാൻ. അവിടെ കിടക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വന്ദന എന്നെ ദ്രോഹിക്കുന്നു മാത്രമല്ല, എന്റെ മോനെയും തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാഗറെ, നമ്മൾ എന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്താലും ജഗൻ ശത്രുക്കളോടൊപ്പം ചേർന്ന് അതൊക്കെ തകർക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് അവനെ മാത്രമാണ്. അല്ലെങ്കിൽ ഞാനവനെ തട്ടിക്കളഞ്ഞേനെ. അത്ര കടന്നൊന്നും ചിന്തിക്കേണ്ട സാറേ. സാറിന്റെ വരുതിയിൽ നിൽക്കുന്ന ജഗനെ വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന് തടസ്സം വരാത്ത ജഗനെയും വേണം. ജഗനെ കൈകാര്യം ചെയ്യേണ്ടത് കത്തികൊണ്ടല്ല സാറേ, ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടാ. ഈ വന്ദനയ്ക്കൊരു ജേർണലിസ്റ്റുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരുന്നല്ലോ. പക്ഷെ അത് ജഗൻ ഇടപെട്ട് തട്ടിക്കളഞ്ഞെന്നാ ഞാൻ കേട്ടത്. ജഗന്റെ ലക്ഷ്യം വന്ദനയാണ് സാറേ. അത് നടക്കരുത് സാഗറെ. അവളെങ്ങാനും എന്റെ വീട്ടിൽ മരുമകളായി വന്നാലുള്ളൊരു അവസ്ഥ അതെനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അവളുടെ സഹോദരനായ എന്റെ മരുമകൻ മനോജിനെ ഞാൻ ഇന്നും അകറ്റിയാ നിർത്തിയിരിക്കുന്നത്. അറിയോ തനിക്ക്? അതിന്റെയൊക്കെ വൈരാഗ്യം അവൾ എന്റെ കുടുംബം മുച്ചൂടും മുടിച്ചിട്ടായിരിക്കും തീർക്കുന്നത്. എനിക്കത് ഓർക്കുമ്പോ ഒരു സമാധാനവുമില്ല സാഗറെ. സാറ് ടെൻഷൻ അടിക്കാതെ. ഞാനും വിക്രമും ജീവിച്ചിരിക്കുമ്പോ വന്ദന കുറുപ്പ് സാറിന്റെ വീട്ടിൽ റാണിയായി വാഴിക്കില്ല. സാറ് ധൈര്യമായിട്ടിരിക്കും സാറേ. ഇത് സാഗറാ പറയുന്നേ. ആപത്തുണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി അറിയുന്നവനാണ് ഈ വിക്രം. അയാളുടെ ബിസിനസ് സാമ്രാജ്യം തകർക്കാൻ നടക്കുന്നവന്മാരുടെ ഒരു പൊടി പോലും അയാൾ ബാക്കി വെക്കില്ല. സമാധാനിക്കു സാറേ. വന്ദന, അവളെ ഒതുക്കാൻ ഒരു ആയുധം രാഗിം എനിക്ക് വെക്കുന്നുണ്ട് ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.